ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ പേര് ഡോക്ടർ രഞ്ജിത്ത്. നമ്മൾ ഒരുപാട് പേരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഉറക്കക്കുറവ് അഥവാ ഇൻസോംനിയ. ഇൻസോംനിയ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: പ്രൈമറി ഇൻസോംനിയ എന്നും സെക്കൻഡറി ഇൻസോംനിയ എന്നും. പ്രൈമറി ഇൻസോംനിയക്ക് പ്രത്യേകിച്ച് നമുക്കൊരു കാരണം കണ്ടെത്താൻ സാധിക്കില്ല. ചിലപ്പോൾ സ്ട്രെസ് പോലത്തെ ഒരു ഫാക്ടർ ആയിരിക്കാം. സെക്കൻഡറി ഇൻസോംനിയയിൽ നമുക്ക് ഏതെങ്കിലും ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഉറക്കക്കുറവ്, ന്യൂറോളജിക്കൽ ആയിട്ടുള്ള ഡിസോർഡറോ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കഴിച്ചതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കൊണ്ട് വരുന്നതിനൊക്കെയാണ് നമുക്ക് സെക്കൻഡറി ഇൻസോംനിയ എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കത്തിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഇപ്പോഴത്തെ റിലവന്റ് ആയിട്ടുള്ള സാധനമാണ് നമ്മുടെ മൊബൈലിന്റെ ഉപയോഗം. രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈലിന്റെ സ്ക്രീൻ ആയിട്ടുള്ള ഒരു കോണ്ടാക്ട് ഒഴിവാക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. കാരണം നമ്മുടെ മൊബൈൽ സ്ക്രീൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ബ്രെയിൻ ആക്റ്റീവ് ആയിട്ടിരിക്കുകയും അതുപോലെ ഈ വെളിച്ചടിക്കുന്നതുകൊണ്ട് നമുക്ക് മെലാറ്റോണിൻ, അതായത് നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ, അതിന്റെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്നതാണ്. അതുപോലെ നമ്മുടെ സ്ലീപ്പ് സൈക്കിളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ദിവസവും കൃത്യസമയത്ത് കിടക്കുകയും ഉണരുകയും ചെയ്യുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. അടുത്തൊരു റീസൺ നമ്മുടെ ലേറ്റ് ആയിട്ടുള്ള ഫുഡാണ്. പലപ്പോഴും നമ്മൾ ഒരുപാട് രാത്രി വൈകി കഴിച്ച് ഉടനെ തന്നെ കിടക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അത് നമ്മുടെ ഉറക്കത്തെ സാരമായിട്ട് തന്നെ ബാധിക്കും. കിടക്കുന്നതിന് 2-3 മണിക്കൂറെങ്കിലും രാത്രിത്തെ ഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. പരമാവധി ലൈറ്റ് ആയിട്ടുള്ള ഫുഡായിരിക്കും ഏറ്റവും നല്ലത്. കാരണം രാത്രി നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ സ്ലോ ആയിട്ടാണ് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് ഗ്യാസ്ട്രോഇസോഫേജൽ റിഫ്ലക്സ്, അതായത് പൊളിച്ചേട്ടൽ പോലുള്ള സാധനങ്ങൾ വരാനുള്ള സാധ്യതയും അതുവഴി നമ്മുടെ ഉറക്കം ഡിസ്റ്റർബ് ആവാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ വൈകുന്നേരമുള്ള ചായ കാപ്പിയുടെ ഉപയോഗം, അത് കഫീൻ പോലത്തുള്ള ഐറ്റംസും അതുപോലെ ആൽക്കഹോൾ പോലത്തെ ഐറ്റംസും വൈകുന്നേരത്തിന് ശേഷം നമ്മൾ അതിന്റെ ക്വാണ്ടിറ്റി വളരെ കുറയ്ക്കേണ്ടത് അത്യാവശ്യമാണ്. ഡെയിലി 1/2 മണിക്കൂർ എക്സസൈസും അതുപോലെ പ്രാണായാമം പോലത്തുള്ള യോഗ ടെക്നിക്സും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള എക്സസൈസ് പരമാവധി ഒഴിവാക്കുന്നത് നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. നമ്മുടെ ഉറക്കത്തെ സഹായിക്കുന്ന ഹോർമോണായ മെലറ്റോണിൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി രാവിലെ ഇളം വെയിൽ കൊള്ളുകയും അതുപോലെ വൈകുന്നേരം ചെറിയ നട്ട്സ്, അതായത് ആൽമണ്ട്, പിസ്ത പോലത്തുള്ള നട്ട്സ് ഉപയോഗിക്കാം. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇളം ചൂടുപാല് കുടിക്കുന്നതും നമ്മുടെ മെലാറ്റോണിൻ പ്രൊഡക്ഷനെ സഹായിക്കും. അതുപോലെ നമ്മുടെ സ്ലീപ്പിംഗ് എൻവയോൺമെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കിടക്കുന്ന മുറിയിൽ നല്ല ഇരുട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും വേറെ ഡിസ്റ്റർബൻസ് ഒന്നും വരാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും.